ടിനി ടോമിന് സൈബർ ആക്രമണം. നടൻ സലീം കുമാറിന്റെ വേർപാട് മലയാളികൾക്ക് സമ്മാനിച്ചത് ഒരിക്കലും നികത്താനാവാത്ത വിടവാണ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം സലീം കുമാർ ഓർമ്മിക്കപ്പെടും. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം നേടിയ സലീം കുമാർ മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ലെഗസി ബാക്കി വെച്ചാണ് യാത്രയാകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലാഫിംഗ് വില്ലയിലേക്ക് സലീം കുമാറിനെ കാണാൻ സിനിമാ രംഗത്തു നിന്നുള്ളവരുടെയും ആരാധകരുടെയും ഒക്കെ കുത്തൊഴുക്കായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കാൻ മലയാള സിനിമാ ലോകമാകെ ലാഫിംഗ് വില്ലയിലെത്തിയിരുന്നു. ഒപ്പം അഭിനയിച്ചവരും സുഹൃത്തുക്കളുമൊക്കെ നീറുന്ന മനസ്സുമായാണ് സലീം കുമാറിന് യാത്രാമൊഴി ചൊല്ലിയത്. ഇതിനിടെ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കഴിയുന്ന ടിനി ടോമിന്റെ വീഡിയോ വൈറലായി മാറിയിരുന്നു. സിനിമകളിലേക്കെല്ലാം എത്തുന്നതിനും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് സലീം കുമാറുമായുള്ള ടിനി ടോമിന്റെ ബന്ധം. ഏഷ്യാനെറ്റിലെ സിനിമാ കാലത്തിനു മുമ്പ് മിമിക്രി അവതരിപ്പിച്ച് നടന്നിരുന്ന കാലത്തെ ബന്ധം. അതുകൊണ്ട് തന്നെ സലീം കുമാറിന്റെ വേർപാടിൽ ടിനി പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ടിനിയെ കടന്നാക്രമിക്കുന്നതാണ്. ടിനിയുടെ കരച്ചിൽ അഭിനയമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലരുടെ അഭിപ്രായം. കരയുന്ന വീഡിയോയ്ക്ക് താഴെ ടിനിയെ അധിക്ഷേപിച്ച നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് സാറ്റ് കളിക്കുന്നേ? എത്ര വരെ എണ്ണി? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നിർത്തിപ്പോടോ, ഇവന്റെ കരച്ചിൽ കണ്ടാൽ ഇവർ തമ്മിൽ 500 പടത്തിൽ അഭിനയിച്ച പോലുണ്ടല്ലോ. ഈ അഭിനയം സിനിമയിലാണെങ്കിൽ കലക്കിയേനെ. ഇനി മലയാളത്തിനാകെ ഒരു കോമഡിയേനേ ഉള്ളൂ. ടിനി, ആരും വളർച്ച തടയരുത്. മുഖത്ത് കൈയെടുക്കുന്നില്ല, കാരണം അഭിനയമാണെന്ന് മനസ്സിലാകും. ഇതൊക്കെ ഇനി രക്ഷയുള്ളൂ. സ്വയം കോമാളിയാവുന്നു. വെയ്യാതെ ഇരുന്നപ്പോൾ, പണമില്ലാതിരുന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ആ മനുഷ്യൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ആര് കാണാൻ കഴിയുന്നു? ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലുക, അയാളെങ്കിലും സന്തോഷിക്കട്ടെ. മരിച്ചു കഴിയുമ്പോൾ കുറേ എണ്ണമുണ്ട്, ഇറങ്ങും മഹത്വം പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ. മരണവീട്ടിലും ഷോ കാണിക്കൽ അഭിനയിച്ച് കുളമാക്കല്ലേടോ. ഈ അഭിനയം സിനിമയിൽ കാണുന്നില്ല. ഇവന്റെയൊക്കെ കുടുംബത്തിൽ ഒരാൾ പോയാൽ പോലും ഇവനൊന്നും കരയില്ല. ഇത് ക്യാമറയ്ക്ക് വേണ്ടിയുള്ള അഭിനയം. ആരാ പറഞ്ഞേ ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന്? ഈ അഭിനയം സിനിമയിൽ കാണിച്ചെങ്കിൽ ഇവൻ പണ്ടേ രക്ഷപ്പെട്ടേനെ. ജയറാമാണ് ഗുരു. ഇതുപോലെ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഓസ്കാർ കിട്ടിയേനെ. സിനിമയിലോ അവസരമില്ല, ഇവിടെയെങ്കിലും ഒന്ന് അഭിനയിക്കട്ടെ എന്നും ചിലർ കമന്റ് ചെയ്തിരിക്കുന്നു.